ഈ മ്യൂസിയത്തിൽ കാണുന്ന ഒരു യങ് വുമൻ്റെ മമ്മിയാണിത്. സി ഇതൊക്കെ ഈജിപ്ഷ്യൻ മമ്മീസ് ആ സമയത്ത് യൂസ് ചെയ്തിരുന്ന അവരുടെ ആയുധങ്ങളാണ്. കത്തിയാണ്. കത്തിയുടെ ഒരു പാർട്സുള്ള പലതരത്തിലുള്ള കത്തികളാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ഇതൊക്കെ ആ മമ്മിയുടെ പിരമിഡിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഈജിപ്ഷ്യൻ പിരമിഡിൻ്റെ ഭാഗം സ്റ്റോണിൽ കൊത്തിയെടുത്താണ്. ഇത് ഒറ്റ സ്റ്റോണല്ല കേട്ടോ, ഡിഫറെൻറ്റ് പീസാണ്. ഇതൊരു പീസാണ്, ഇതൊരു പീസാണ്, പല പീസുകളാണ്. ഇത് ആണെങ്കിലും പീസാണ്. ഒരു 2x2 അല്ലെങ്കിൽ 1x1 അങ്ങനത്തെ പീസുകൾ വെച്ച് കല്ല് വെച്ച് എടുത്തിട്ടാണ്. ഇത് 23rd ഡൈനാമി ഈജിപ്തിൻ്റെ സുഡാൻ്റെയും മ്യൂസിയമാണ്. ഇതൊക്കെ മമ്മീസിൻ്റെ ഓരോ മോഡലുകൾസാണ്. ഇതൊക്കെ ഈജിപ്തിൽ പോയാൽ കാണേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് കാണാം. അല്ലെങ്കിൽ ഈജിപ്തിൽ പോണത് കാണണമെങ്കിൽ ഇത് നല്ലൊരു മ്യൂസിയമായി. ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു വിസിറ്റ് ആയിരുന്നു ഇത്. സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ വന്നതാണ്. ഈ മമ്മിയുടെയൊക്കെ വിവിധ മോഡൽസാണ്. ഇതൊക്കെ അവരുടെ ജീവിതം കാണിക്കുന്ന ഓരോ പിക്ചേഴ്സും അതിൻ്റെ രൂപങ്ങളൊക്കെയാണ്. ഇത് മർണ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള 18ാം നൂറ്റാണ്ടിൽ നിന്ന് ഈജിപ്തിലുണ്ടായ അതിൻ്റെ ഓരോ അവശിഷ്ടങ്ങളാണ്. ഇതൊക്കെ എവിടുന്ന് കിട്ടണമെന്നാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ മ്യൂസിയം വെച്ചിട്ട് ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാശുണ്ടാക്കാം. ഇത് ഈജിപ്ത് ഫറവോൻ്റെ ഈജിപ്തിലെ ഇവിടെ നിന്നാണ് ഇതൊക്കെ അന്ന് ബ്രിട്ടീഷുകാർ ഗവേഷണം ചെയ്തെടുത്തത്. ഇത് സൈപ്രസ് 800 BC സൈപ്രസ് നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഓരോ അവശിഷ്ടങ്ങളാണ്. അവർ യൂസ് ചെയ്തിരുന്ന പല പാത്രങ്ങൾ, ഇതൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ ഉണ്ടാക്കിയിരുന്നത്. ഇത് കത്തിയാണെന്ന് തോന്നുന്നു, കത്തിയുടെ രൂപമാണെന്ന് തോന്നുന്നു. മൂർച്ചയേറിയ എന്തോ ഒരു പറഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലേ, കുന്തത്തിൻ്റെ എന്തെങ്കിലും പാർട്സ് ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു സ്റ്റാച്ചു ആണ്, ഒരു നേക്കഡ് യൂത്തിൻ്റെ സ്റ്റാച്ചു വെച്ചിരിക്കുകയാണ്. 300 BC സൈപ്രസ് കാലഘട്ടത്തിലത്തെ ഇത് ശവപ്പെട്ടിയാണ് കേട്ടോ, അന്നത്തെ ശവപ്പെട്ടി. കല്ലുകൊണ്ടാക്കിയത് തോന്നുന്നു. കല്ല് തന്നെയാണ്, കല്ലും മണ്ണും. ഇത് നന്നായിട്ടുണ്ട്, നല്ലൊരു ശിലയായിട്ട്. ഇത് 100 BC 100 ഉള്ള അവശിഷ്ടങ്ങളാണ് കൂടുതൽ കാണുന്നത് ഇവിടെ. അന്നത്തെ ബിരിയാണി ഉണ്ടാക്കിയിരുന്ന കല തോന്നും കണ്ടിട്ട്, അതുപോലെ ഉണ്ട്. ഇത് അന്ന് കാലത്തുള്ള ആൾക്കാരുടെ വീടുകളുടെ മോഡൽസാണ്. ഇതൊക്കെ പ്ലേറ്റുകളാണ് കേട്ടോ. ഡിഷുകൾ വരുമ്പോൾ ഉപയോഗിച്ചിരുന്ന പ്ലേറ്റുകൾ, മഗ്ഗുകൾ, ചെറിയ പാത്രങ്ങൾ. ഇതൊക്കെ മണ്ണിൻ്റെയാണ്, പക്ഷേ ഇതൊക്കെ മണ്ണല്ല, ഇതൊക്കെ മെറ്റൽസാണ്. 1968 3370-400 BC കാലഘട്ടത്തിലത്തെ കാണുന്നത്. ഇതൊക്കെ അന്ന് രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന കോട്ടുകളാണ്.
അന്നത്തെ ഒരു രീതിയിലുള്ള അന്നത്തെ ഇതൊക്കെ. ഇതൊക്കെ ഈജിപ്താട്ടോ, ഈജിപ്തിൻ്റെ ഒക്കെയാണ്. ഇത് അനിമൽ സ്കിന്നിലോട് ഉണ്ടാക്കിയ തുണികളാണ്, ഹാൻഡ് മെയ്ഡ് പേപ്പർ. അത് നോക്കിയതൊക്കെ ഇതിൽ നോക്കിയാൽ കറക്റ്റായി കാണില്ല അതിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ്. ഒരു രക്ഷയില്ല കേട്ടോ. എത്രയോ വർഷം മുമ്പുള്ള ഡ്രസ്സാണെന്നറിയാം. ഇതൊക്കെ ചൈനക്കാരുടെ വസ്ത്രങ്ങളാണ് കേട്ടോ. ബ്രിട്ടീഷുകാർ ചൈനയിൽ നിന്ന് അലക്കിയോടുന്ന സാധനമാണ്. ഇവരുടേതായിട്ടുള്ളൊരു തെങ്ങര മൂടുകൂടി ഇല്ല. കംപ്ലീറ്റ് അലക്കിയോടുന്ന എന്താ, ഇന്ത്യയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, ചൈനയിൽ നിന്ന് അങ്ങനത്തെ അടിച്ചോടുന്ന സാധനം മാത്രം ഇന്നൊരു മ്യൂസിയം. വിക്ടോറിയ, ഇതൊക്കെ ഇവന്മാരുടെയാണ് കേട്ടോ. ഇതൊക്കെ ബ്രിട്ടീഷുകാരാണ് എല്ലാം. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ മുഴുവൻ ബ്രിട്ടീഷുകാർ അലക്കോടുന്ന സാധനങ്ങളാണ് കേട്ടോ. അലക്കോടുന്ന സാധനങ്ങൾ മാത്രമല്ല, ഇവരെ കുറച്ച് പൈസയൊക്കെ ഉണ്ട് ഇവിടെ, കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അധികമൊന്നുമില്ല, കൂടുതൽ അടിച്ചു മാറ്റി തന്നെയാണ്. പണ്ടത്തെ ഗോൾഡ് കറൻസികളൊക്കെ ഉണ്ടല്ലോ, ഒറിജിനൽ ഗോൾഡാണൊക്കെ. ഇതും കോയിൻസാണ്, ഒറിജിനൽ കോയിൻസാണ്. ഇത് ഓക്സ്ഫോർഡാണ്, ഇതും വേറെ തന്നെയാണ്, ബ്രിട്ടീഷുകാരുടെയാണ്. ഈ ഏരിയ മുഴുവൻ ബ്രിട്ടീഷുകാരുടെയാണ്. അത്യാവശ്യം കോയിൻസ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ തന്നെയാണ്. ഇത് നമ്മുടെ മദർ മേരിയുടെ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. കണ്ടിട്ട് തോന്നുന്നു. പണ്ടത്തെ കുന്തം കുറച്ചൊക്കെ കൂടെ ഉണ്ട്. ഇത് അമ്പും ബില്ലുമാണ്, കുന്തണാവോ? ഇവിടെ അത്യാവശ്യം സാധനം ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ഇന്നെ പറയാ, ആലപ്പുഴയിൽ മീൻ പിടിക്കാൻ യൂസ് ചെയ്യുന്ന സാധനമുണ്ട്. കോടാലി ഉണ്ട്, കത്തി. ഇത് നമ്മുടെ കുറച്ച് പെയിൻറ്റിങ്സ് ഉണ്ട്. പഴയ തോക്കിട്ടാ. ആ തോക്കിൻ്റെ ഒരു നോക്ക്, സ്റ്റൈല് നോക്ക്. സിംഗിൾ ബാരൽ ഗണ്ണാണത്. ഇതാണ് ഏഷ്യൻ ഐറ്റംസ് കേട്ടാ. മരത്തിൽ ചെയ്തിട്ടാണ്, കൊത്തുനാണ്. ഇതൊക്കെ അടിച്ചു മാറ്റി, ഇന്ത്യയിൽ നിന്ന് അടിച്ചു മാറ്റിയുള്ള സാധനങ്ങളാണ്. ഈ ഏരിയ മൊത്തം ഇന്ത്യയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ള. വിഷ്ണു, പാലാ പീരീഡ്, വെസ്റ്റ് ബംഗാൾ സ്റ്റോൺ, 1000-1200 കാലഘട്ടത്ത് ഉണ്ടായ സാധനങ്ങൾ. ഇത് വരാഹ, AD 900 ബീഹാറിന് എടുത്തത്. അതായത് വരാഹ എന്ന് പറയുന്നത് കാട്ടുപന്നിയല്ലേ, വൈൽഡ് ബോർ. തന്നെ കാട്ടുപന്നിയുടെ രൂപം സ്റ്റോണിൽ കൊത്തിയെടുത്തു. ആയിരത്തുള്ള കാലത്ത് എടുത്തിട്ടുള്ളതൊക്കെ. വാരണാസിത്തെ പിക്ചറാണ്. ഇത് ഓട് കൊണ്ടും ബ്രോൺസ് കൊണ്ടും ഉണ്ടാക്കിയ അതാണ്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് പല സമയങ്ങളായി അടിച്ചു മാറ്റി കൊടുക്കണം. ബ്രോൺസാണ്. നടരാജ് വിഗ്രഹം കൂടി ഉണ്ടായിരുന്നു. ബ്രോൺസ് ഫ്രം ദ ഡെക്കാൻ. മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടകയിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനമാണ്. ഇത് ബോധിഗംഗ, ബീഹാറിൽ നിന്ന്.
ഫുൾ സ്റ്റോണിലാണ്. ഇതൊക്കെ എന്തിനാണ് നോക്കാം. ബോധിസ്തവ, ബോധിധർമ്മൻ്റെ ബുദ്ധൻ്റെ രൂപമാണത് കല്ലുകൊത്തിച്ചത്. വിഷ്ണു പാലാ പീരീഡ് അറൗണ്ട് 1950 വെസ്റ്റ് ബംഗാളിന്. ലാഫിംഗ് ബുദ്ധ. 1900 കാലഘട്ടത്തിൽ തുടർന്നുള്ളത്. 1400 ടിബറ്റിന് 1400 ആ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. ബ്രോൺസ് ഇത് ഉത്തർപ്രദേശ് 1000-1200 കാലഘട്ടം. ഡാൻസിങ് ഗണേശ AD 650-750 ശിവ പാർവതി ഉമമഹേശ്വര. കൂടുതൽ ഇമേജസ് ആണ്. ഈസ്റ്റേൺ ആർട്ടൊന്നുമില്ല, കുറച്ച് വർക്ക്. ഇത് ഏതൊരു ബാറ്റിലാണ്. ഓ, ഈ വാള് നോക്കി, ഇത് രസമല്ലേ. കടാര ഒരു രക്ഷയില്ല ഈ പീസ്. ഇതിൻ്റെ കവറും കവറാണോ? അതല്ല, വളവിൻ്റെ കയറത്തില്ലല്ലോ, ഇതിന് വളവില്ലല്ലോ. ഇത് ഒന്ന് ഓട്ടോമൻ തുറക്കിയ ഓട്ടോമൻ തുറക്കിയ കാലത്തോട് നാട്ടിലാണ്. ഞങ്ങൾ അവസാനിപ്പിച്ചു കേട്ടോ.